പെട്ടെന്ന് കാര്യം മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇവിടുത്തെ സിദ്ധാർത്ഥൻ സാർ എന്നെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അയ്യോ ചേട്ടത്തരം പറയുന്നോടി. ഇത്രേ ഉള്ളൂ. ഇവിടെ പൊട്ടിയതേ വെറും പൊട്ടാസ. മാലപ്പടക്കവും കതിനെയൊക്കെ പൊട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഭാർഗവേ, എന്താ ഇങ്ങോട്ടൊന്ന് വന്നേ. കേട്ടാ, വെടിക്കിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ ഭഗവാനെ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ? കുഞ്ഞെ, ചോദിക്കുന്നതിന് വ്യക്തമായും കൃത്യമായും ഉത്തരം പറയണം. അവൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? അത് ദേവിക എങ്ങനെ ഈ വീട്ടിൽ വന്നു? നന്ദൻ എനിക്ക് വാക്ക് തന്നത് ദേവിക എനിക്ക് കൂടെ ഉണ്ടാവില്ലെന്നാ. ആശുപത്രിയിലും അവളെ കണ്ടില്ല. ഇതിനിടയ്ക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? നന്ദൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു നീക്കം നടത്തില്ല. സത്യം പറ, ആരൊക്കെ ചേർന്ന ഇത് ചെയ്തത്? നിന്റെ ഒരു സഹായം അവർക്ക് കിട്ടിയില്ലായിരുന്നോ? അയ്യോ, പ്രഭകുഞ്ഞിന്റെ ആഗ്രഹത്തിനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്യോ? പിന്നിവിടെ എന്താ നടന്നത്? പറ. എന്റെ അവസ്ഥ അറിയാലോ. ഭ്രാന്ത് കയറി നിക്ക. പറടി. മിനിഞ്ഞാന്ന് ജോലി കഴിഞ്ഞു പോകുമ്പോ നാളെ നേരത്തെ എത്തണമെന്നും കുറെ ജോലി ഉണ്ടെന്നും രജനി മോള് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഇന്നലെ രാവിലെ നന്ദമോൻ രജനി മോളെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നെ മീനാക്ഷിയും കൂട്ടി ഇങ്ങോട്ട് വന്നത് രജനി മോളാ. രജനി മോള് സന്തോഷത്തോടെ ഓടി നടന്ന് ഓരോന്നൊക്കെ ചെയ്തു. വീടൊക്കെ വൃത്തിയാക്കി, മുറിയൊക്കെ ഒരുക്കി. സിദ്ധാർത്ഥ സാർ ഈ വീട്ടിലേക്കാ വരുന്നെന്നും പറഞ്ഞ് എല്ലാ ജോലിയും ചെയ്തു തീർത്തു. നന്ദമോന്റെ ഫോൺ വന്ന് 1 മണിക്കൂറായി കാണും. മുറ്റത്ത് നന്ദമോന്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ദേവി, ആന്റി, ഇതാ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഞങ്ങക്ക് അകത്തേക്ക് കയറല്ലോ. എല്ലാ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോ.
കുഞ്ഞ്, ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം കെട്ട അമ്മ ഞാനല്ലേ ഭാർഗവി? മക്കള് മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരൊക്കെ എന്റെ പരാജയം കൊതിച്ചവരാ. ചന്ദ്രോത്ത പ്രഭാവതിയെ ആദ്യമായിട്ട് തോൽപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ സ്നേഹവാത്സല്യങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഒറ്റപ്പെട്ടു പോയി ഞാൻ. കുഞ്ഞ്, ഇങ്ങനെ വിഷമിക്കല്ലേ. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. നീ മിണ്ടിപ്പോരുത്. നന്ദിയില്ലാത്തവളാ നീ. ചന്ദ്രോത്തെ അടുക്കളപ്പണിക്ക് വന്ന വെറും ഒരു വേലക്കാരി അല്ലായിരുന്നു എനിക്ക് ഭാർഗവി. നിന്നെ എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ ഞാൻ കണ്ടത്. കുഞ്ഞ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും നീ കൂട്ടുനിന്നു. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിച്ചില്ല? ദേവിക നന്ദന്റെ മണവാട്ടിയാവട്ടെ എന്ന് നിന്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? ഇല്ല കുഞ്ഞ്, ഞാൻ വേണ്ട. ഇനി നീ എന്നോട് കള്ളം പറഞ്ഞ് നേടാൻ ശ്രമിക്കണ്ട. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലേ? നന്ദൻ താലി കെട്ടിയ മീര അവനെയും കാത്തിരിക്കുകയാണെന്ന് നിനക്കറിയില്ലായിരുന്നോ? അത് കുഞ്ഞ്, ചോദിച്ചതിന് ഉത്തരം പറ. അറിയില്ലായിരുന്നോ? അറിയാം. നന്ദൻ മീരയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം നിനക്കറിയില്ലായിരുന്നോ? ഇല്ലേന്ന്. പിന്നെ എന്തിന്? ആരോടാ നിന്റെ ആത്മാർത്ഥത? എന്നോടില്ലാത്ത എന്ത് കടപ്പാടാ നിനക്ക് എന്റെ മക്കളോടുള്ളത്? ഞാൻ ഒരഭിപ്രായം പറഞ്ഞ എന്നെ എന്താ പറ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം നന്ദമോന് ഏറ്റവും യോജിക്കുന്ന കുട്ടി ദേവികയാ. നന്ദമോൻ വിവാഹം കഴിച്ച പെണ്ണല്ലേ ദേവിക? അവരൊരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? എന്നെ ഉപദേശിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാവോ? ചന്ദ്രോത്ത പ്രഭാവതിയെ ഉപദേശിക്കാൻ മാത്രം നീ ആളായോ? ചന്ദ്രോത്ത നിന്റെ സ്ഥാനം അടുക്കളയിലാണെന്ന് നീ തെളിയിച്ചിരിക്കുക. ഇനി മിണ്ടരുത്. കുഞ്ഞ്, ഇവിടെ നിന്റെ നാവ് ചലിക്കണമെങ്കിൽ ഇനി ഞാൻ പറയും. മനസ്സിലായോ? കുഞ്ഞെ, ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അറിയാതെയോ? നീ എല്ലാം കണക്ക് കൂട്ടി തന്നെയാ പറഞ്ഞത്. ദേവിക നിന്നെ സ്വാധീനിച്ചല്ലേ? അവൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലേ? അയ്യോ കുഞ്ഞെ, അങ്ങനെയൊന്നുമില്ല. മിണ്ടരുത്. പോൻ. എന്റെ മുന്നിൽ നിന്ന് പോൻ. ഞാൻ പറഞ്ഞില്ലേ വെടിപൊട്ടാൻ തുടങ്ങുന്നേ ഉള്ളെന്ന്. പ്രഭക്കുഞ്ഞിന്റെ വലിയ കാര്യസ്ഥയല്ലേ, എന്നിട്ടോ സൂപ്പർ ഒരു അടിയല്ലേ ചെവിക്കുറ്റിക്കിട്ട് കിട്ടിയത്. അല്ല, നിനക്കത് കിട്ടിയാ പോരാ. കണ്ടതും കേട്ടതും എല്ലാം വളവളാന്നങ്ങ് വിളിച്ചു പറഞ്ഞില്ലേ, അനുഭവിച്ചോ? അവരെ പാഠം പഠിപ്പിക്കാൻ ഞാനൊരു വഴി പറയട്ടെ. എന്ത്? ഇവിടുത്തെ ഈ ഉണക്ക ജോലി വലിച്ചെറിഞ്ഞിട്ട് നീ അങ്ങ് പോണം. അപ്പോഴേ കൊച്ചമ്മയ്ക്ക് നിന്റെ വരെ മനസ്സിലാവൂ. നിന്നെ വിളിക്കാൻ വേണ്ടി പുറകെ വരും.
അപ്പം പറയും. വീട് കത്തുന്നു നോക്കി വാഴ വെട്ടാതിരിക്കല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലടി. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ തമ്മിൽ തെറ്റിച്ച് അതിൽ നിന്ന് നേട്ടം അടിച്ചെടുക്കണം. അതല്ലേ നിന്റെ മനസ്സിലിപ്പ്? ഒരു പ്രശ്നം ഉണ്ടായാലേ അത് തീർക്കാനല്ല, അത് കൂട്ടാനാണോ നോക്കേണ്ടത്? എടി ഭാർഗവി, ഇത് നമ്മളായിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും നിക്കണ്ട. ഇതൊക്കെ വന്നു കയറിയ പെണ്ണില്ലേ, അവള് നോക്കിക്കോളും. അവളോ? അവളെന്നൊക്കെയാണ് ദേവിമോളെ വിളിക്കുന്നത്? അല്ല, തമ്പുരാട്ടി എന്ന് വിളിക്കാം. നീ എഴുതി വെച്ചോ, ആ ദേവിക ഈ വീട് പൊളിച്ചടക്കും, നോക്കിക്കോ. പക്ഷേ അതിനുമുമ്പ് പ്രഭമാട് അവളെ ചവിട്ടി പുറത്താക്കും. എന്റെ വായിന്ന് വലുതും കേക്കും, ഒന്നും മിണ്ടാതിരിക്കടി. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. പുതിയ കൊച്ചു തമ്പുരാട്ടി ആദ്യം അങ്ങ് സോപ്പിട്ട് കൂടെ നിർത്താൻ വേണ്ടിട്ടല്ലേ നിന്റെ ഈ ചാട്ടം? എന്റെ കൈയകലത്തുനിന്ന് മാറിയെന്നോ? ഇല്ലെങ്കിൽ ഞാൻ വലുത് ചെയ്തു പോകും. നീ നോക്കിക്കോ, ആ മീരക്കുഞ്ഞായിരിക്കും ഇനി ഇവിടെ വാഴാൻ പോകുന്നത്. പ്രഭമാടം വിചാരിച്ചല്ലേ എന്താ നടക്കാത്തത്? വേണോന്ന് വെച്ചാൽ ആ ദേവികയുടെ കയ്യും കാലും വെട്ടി ചാക്കിൽ പൊതിഞ്ഞ് കടലിലെറിയും. അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മരുമോൾക്ക് ആ വീട്ടിൽ വാഴാൻ പറ്റുമോടി ഭാർഗവി? അത് ചന്ദ്രോത്തെ പ്രഭാവതിയുടെ അടുത്ത്. അറം പറ്റുന്ന വാക്കുകളൊന്നും പറയാതിരി മീനാക്ഷി. അറം പറ്റുന്നതല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറയുന്നത്. നോക്ക്, നീ ആ ദേവിയോട് പറ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ. ഭർത്താവില്ലെങ്കിലും ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ. ഞാൻ പറയുന്ന വിശ്വാസമായിട്ടില്ലെങ്കിൽ നീ നോക്കിക്കോ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. ഈശ്വര, എന്തൊക്കെ കാണണം എന്തോ. ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്തങ്ങ് ജീവിച്ചു തുടങ്ങണം. എന്തായാലും കൂട്ടുകാരന്റെ ലൈഫ് സെറ്റിലായപ്പോ മുരളേട്ടന് സന്തോഷമായല്ലോ. അതെന്തൊരു ചോദ്യം അടി, നിനക്കും അങ്ങനെ തന്നെയല്ലേ? വലിയ പരുക്കൊന്നുമില്ലാതെ അവര് ജീവിച്ചു തുടങ്ങിയാൽ മതി. ആന്റിയൊക്കെ പതിയെ വഴിക്കൊന്നോളും. എത്ര കണ്ട് അനുഭവിച്ചതാ ദേവിക. ഞാൻ തന്നെ അവളെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. കൂട്ടുകാരന്റെ കുടുംബത്തിന്റെ നല്ല പേര് കളയാതിരിക്കാൻ വാ മൂടിക്കെട്ടി എത്ര നാളാ നാടകം കളിച്ചത്. പാവം ദേവിക, എല്ലാവരും അതിനെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ആഹാ, കൊള്ളാലോ. അത് ശരി, ഗൗരിച്ചിക്ക് ഭക്ഷണം ഞാൻ എടുത്ത് കൊടുത്തോളാന്നും പറഞ്ഞു വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് വെട്ടി വീഴുന്നോ? കൊള്ളാലോ. ഇവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലടി. അതെ ഉമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി. ദേവിയെടുത്ത് ചന്ദ്രത്ത് എങ്ങനെയാ മുരളിയേട്ടാ? ഓക്കെ ആയോ? എടി, നിന്റെ അടുത്ത് ഈ ഇരിക്കുന്ന ഗൗരിയല്ലേ? അതെനിക്കറിയാം. പക്ഷെ ദേവികേടത്തിന്ന് വിളിച്ച് വിളിച്ച് അതിപ്പോ മാറ്റാൻ പറ്റുന്നില്ല. നന്ദേട്ടന്റെ ഭാര്യയല്ലേ, അപ്പൊ ഏട്ടത്തി തന്നെയല്ലേ? അത് നേരാ, അവൾ അങ്ങനെ വിളിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിന്ന് പറയണം. നിനക്ക് എന്നെയാണോ ദേവികയാണോ ഇപ്പൊ കൂടുതൽ ഇഷ്ടം? പറയടി മോളെ, പറഞ്ഞോ, നീ പറ. അത് ദേവികേടത്തി എനിക്ക് ഒരുപാട് ഇഷ്ടാ. പക്ഷേ എന്റെ മുരളേട്ടന്റെ ഭാര്യയെ, എന്റെ സ്വന്തം ഏട്ടത്തിയെ അതേപോലെ ഇഷ്ടം എനിക്കിപ്പോ. എന്ന് വെച്ചിട്ട് ദേവികേടത്തി മതി 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 മതി, മനസ്സിലായി. നീ ചെല്ല്. മുരളേട്ടാ, നമുക്ക് ചന്ദ്രത്തി പുതിയ വീട് വരുന്നു പോയാലോ? ഇപ്പോഴോ? ഗൗരിച്ചി നന്ദേട്ടന്റെ പുതിയ വീട് കണ്ടിട്ടില്ലല്ലോ. നേരാ, നമുക്കൊന്ന് പോവാം. നന്നായിരിക്കും. ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ പ്രഭാന്റെ എന്നെ കാലേ വാരി നിലത്തടിക്കും. എപ്പോഴാ പൊട്ടുന്ന, എന്താ സംഭവിക്കുന്നറിയാതെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക എല്ലാരും. അത് നേരാ. നമ്മളെ കൂടി കണ്ടാലേ ആന്റിയുടെ കലി ഇരട്ടിയാവും. ഒന്നും നന്ദനെ ഫോണില് വിളിക്ക്. എന്തിനു? ഞങ്ങളിപ്പോ കണ്ടല്ലേ ഉള്ളൂ. എനിക്ക് ദേവികയോടൊന്ന് സംസാരിക്കാനാ. ഇവിടെ വന്നിട്ട് വിശേഷമൊന്നും അറിഞ്ഞില്ലല്ലോ. അത് ശരിയാ, എനിക്കും കുറെ സംസാരിക്കാനുണ്ട്.
വിളിക്ക്. നീ പോയ ഗൗരി സംസാരിച്ചോളൂ. ഒരു കാര്യത്തിന് എന്നെ വേണ്ട. പോ. ദേ അവള് പിണങ്ങിപ്പോയി. അതൊന്നും സാരമില്ല, നീ വിളിക്കും. ഉമ്മക്കുട്ടി, ഉമേ, ഏട്ടന്റെ പുന്നാര മോളിങ്ങ വന്നേ. ഒന്ന് പോ അവിടുന്ന്. അയ്യോ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? കണ്ടോ, നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. ഒരാൾക്കൊഴികെ, നന്ദുന്റെ അമ്മയ്ക്ക്. അതൊക്കെ ശരിയായിക്കോളും. ആ, മുരളിയാണല്ലോ. എന്താണ് മുരളി? മുരളിയല്ല, പുള്ളിക്കാരന്റെ ഭാര്യ. ആ ഗൗരി, എന്തു പറയുന്നു? ഞാനല്ലല്ലോ പറയേണ്ടത്, അവിടെയല്ലേ വിശേഷമൊക്കെ. എന്തായാലും നല്ല പ്ലാനിങ് ആയിപ്പോയി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇത്രയൊക്കെ ആയെന്ന് കരുതി ഒരു സൈഡിലേക്ക് ഒതുങ്ങണ്ട. ചന്ദ്രത്തെ മരുമകളുടെ എല്ലാ അവകാശവും കൊടുത്ത് കൂടെ നിർത്തിക്കണം ദേവികയെ. എല്ലാം പതിയെ ശരിയാവും. ദേവിക ഉണ്ടോ അടുത്ത്? ഉണ്ട്, ഞാൻ കൊടുക്കാം. ഗൗരിയ, ആ ഗൗരി, സുഖല്ലേ നിനക്ക്? ആ, വിശേഷമൊക്കെ അറിഞ്ഞിട്ട് അവിടെ വരെ വരാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല. നന്ദൻ വന്നല്ലോ, പിന്നെ അടിപൊളി ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ട്. ഇപ്പൊ മനംപുരട്ടലും അസ്വസ്ഥതയൊക്കെ കാണുമല്ലേ? 2 മാസം കഴിഞ്ഞാലേ എല്ലാം നേരെയാവും. അതൊക്കെ വിട്. താലി കെട്ടിയ പുരുഷനോടൊപ്പം കഴിയാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്ന പെണ്ണാ ദേവിക. ഊരു ചുറ്റി നടന്ന് പല വേഷങ്ങളും ആടിത്തീർത്ത് ഇപ്പോ ഭർത്താവിന്റെ വീട്ടിലെത്തി. ഇനി ആരെയും ഭയപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കണം. ആഗ്രഹം അങ്ങനെ തന്നെയാ. വിധി എന്നെ ഏത് രൂപത്തിലാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശ്രമിക്കാം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ഗൗരി. ദേവികേ, ആ മുരളിയേട്ടാ, എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയട്ടെ. എല്ലാം ഒന്ന് ആറി തണുക്കുമ്പോ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരണം. ഉറപ്പായിട്ടും വരാം മുരളിയേട്ടാ. എന്തോ പറയുന്നേ? ഒരു മിനിറ്റ്. ആ, നേരിട്ടങ്ങ് ചോദിച്ചോ. ആ മുരളിയേട്ടാ, ഞാൻ സ്പീക്കറിലിട്ടെ. ആ എടാ മുരളി, പറയടാ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? കുളു, മണാലി, അവിടെ എവിടെയും. ഡാ മോനെ, ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഇനി 10 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞുവാവയെ ഒക്കത്ത് വെച്ച് എന്റെ ഭാര്യയും ഞാനും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തോളാം. ഓ, അത് നേരാണല്ലോ. ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലേ? ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിൽ മറ്റാരും വേണ്ട, ഞങ്ങള് പോലും. ആ പെങ്കുച്ചിന്റെ കണ്ണീര് ഒരുപാട് വീണല്ലേ. നീ ദേവികയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോയി കറങ്ങിയിട്ട് വാ. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാ നിന്റെ അമ്മ തന്നെ ചിലപ്പോ ടിക്കറ്റും ചിലവും സ്പോൺസർ ചെയ്തോളൂ. ആ, അത് മിക്കവാറും നടന്നു തന്നെ. മുരളിയേട്ടാ, അമ്മ. അയ്യോ, കോള് വെച്ചോ. അമ്മേ, ആന്റി, ആന്റി എങ്ങോട്ട് പോയതോ? അമ്മ എവിടെ പോയാലെന്താ?
ഓഫീസ് കാര്യങ്ങൾ, ബിസിനസ്, അങ്ങനെ എവിടെയെങ്കിലും പോയതാവും. ഇതങ്ങനെയല്ല. ഇനിയും അന്നത്തെ പോലെ താൻ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോ അമ്മ പിണങ്ങി ഇറങ്ങി പോവാനോ? ഒരിക്കലും ഇല്ല. എനിക്കെന്തോ പേടി തോന്നുന്നു.